പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 9ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയുടെ ഒരു മോഡൽ ചോദ്യപേപ്പറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഉത്തരവും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 1 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങളിൽ 4 എണ്ണത്തിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഇങ്ങളായിക്ക് ഉയിര് തന്നത്. അടിവരയിട്ട പദത്തിൻ്റെ അർത്ഥം കണ്ടെത്തുക. ലോകം, ജീവൻ, വെളിച്ചം, ഭൂമി. ഈ 4 എണ്ണത്തിൽ ശരിയായ ഉത്തരം ജീവൻ എന്നാണ്. അടുത്ത ചോദ്യം, ചുമരിലെ സമയകാല പട്ടികയിൽ ഇന്നത്തെ ദിവസത്തിന് ചുവപ്പാണ്. ഹരിതമോഹനത്തിലെ ഈ പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഇന്നത്തെ ദിവസം നല്ലതാണ്. ഇന്ന് പ്രവൃത്തി ദിവസമാണ്. ഇന്നത്തെ ദിവസം വേദനാജനകമാണ്. ഇന്ന് അവധി ദിവസമാണ്. ഇതിൻ്റെ ശരിയായ ഉത്തരം ഇന്ന് അവധി ദിവസമാണ്. അടുത്ത ചോദ്യം മാതൃക പോലെ എഴുതാനാണ്. മാതൃക തന്നിരിക്കുന്നത് ഓർമ്മകൾ ഉണ്ടായിരിക്കണം. ഓർമ്മകൾ, ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ പിറകിലേക്ക് ഓടി എന്നുള്ളത് എങ്ങനെയാണ് എഴുതുന്നത്? പിറകിലേക്ക്, ഓടി. അടുത്തത്, എൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ ഞാൻ മോഹം കൊണ്ട് സ്വരുക്കൂട്ടി വെച്ച മരങ്ങളെ രക്ഷിക്കാൻ ആര് വരും? ഈ വരികളിൽ തെളിയുന്ന അരവിന്ദാഷിൻ്റെ മാനസികാവസ്ഥ എന്താണ്? ദേഷ്യം, ആശങ്ക, ആഹ്ലാദം, പരിഹാസം. ഇതിൻ്റെ ഉത്തരം ആശങ്കയാണ്. അടുത്തത്, പിന്നത്തെ വസന്തത്തോട് മർദ്ദിക്കയായി ഭഗവാനെ, തന്നരുൾഗനിക്ക് വീണ്ടും സഫല ജന്മം. അടിവരയിട്ട പദത്തിൻ്റെ വിഗ്രഹാർത്ഥം ഏത്? ജന്മത്തിൻ്റെ സാഫല്യം, സാഫല്യത്താലുള്ള ജന്മം, സഫലമായ ജന്മം, സഫലവും ജന്മവും. ഉത്തരം സഫലമായ ജന്മം. അടുത്ത ചോദ്യം, പറമ്പിലെവിടെയോ പശു പിന്നെയും അമറി. ശാന്തമ്മ കട്ടിളപ്പടിയിൽ ചാരി നിന്ന് വിരഹം വിഴുങ്ങി. അടിവരയിട്ട പ്രയോഗം നൽകുന്ന അർത്ഥസൂചന എന്ത്? ദുഃഖം ഉള്ളിലൊതുക്കി, ഉള്ളുകൊണ്ട് സന്തോഷിച്ചു, ധൈര്യം വർദ്ധിച്ചു, ദേഷ്യം അടക്കി നിർത്തി. ഇതിൻ്റെ ഉത്തരം ദുഃഖം ഉള്ളിലൊതുക്കി. അടുത്ത ചോദ്യം 7 മുതൽ 12 വരെയുള്ള ചോദ്യങ്ങളിൽ 4 എണ്ണത്തിന് ഉത്തരം എഴുതാനാണ്. ബുദ്ധൻ തൻ്റെ ശിഷ്യരോട് പറഞ്ഞിരുന്നു, എല്ലാ നാടുകളിലേക്കും ചെല്ലുക, ഈ സുവിശേഷം പ്രസംഗിക്കുക. ദരിദ്രരും എളിയവരും പണക്കാരും മേലാളരും എല്ലാം ഒന്നാണെന്നും സമുദ്രത്തിൽ നദികൾ എന്ന പോലെ ഈ മതത്തിൽ എല്ലാ ജാതികളും ഒന്നിച്ച് ചേരുന്നുവെന്നും അവരോട് പറയുക. ബുദ്ധൻ നൽകുന്ന ഈ ഉപദേശത്തിൻ്റെ പൊരുൾ വ്യക്തമാക്കുക. ഉത്തരം ഇപ്പോൾ ഞാൻ പറയാം. എല്ലാ ചോദ്യത്തിൻ്റെ ഉത്തരം അവസാന ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉത്തരം ഇങ്ങനെയാണ്. മനുഷ്യജീവിതത്തിൽ ജാതിമത വികാരങ്ങൾക്ക് സ്ഥാനമില്ല. എല്ലാ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരും ഉൾക്കൊള്ളുന്ന പല നദികളും ചേർന്ന് മഹാസമുദ്രമായി മനുഷ്യ സമൂഹത്തെ കാണുന്നു. അടുത്ത ചോദ്യം, അച്ഛൻ കൈകൊണ്ടാണോ മണ്ണെടുത്തത്? മണ്ണ് ഇച്ചീച്ചിയാ. കുട്ടികളുടെ ഈ സംഭാഷണത്തിൽ തെളിയുന്ന മനോഭാവം കണ്ടെത്തി എഴുതുക. കുട്ടിയുടെ കാഴ്ചപ്പാടിൽ മണ്ണ് ഇച്ചിച്ചി അഥവാ നികൃഷ്ട വസ്തുവാണ്. കുട്ടി മണ്ണിനെ നികൃഷ്ട വസ്തുവായിട്ടാണ് ഇവിടെ കാണുന്നത്. പ്രകൃതിയും മണ്ണും അന്യമാകുന്ന പുതുതലമുറയുടെ വാക്കുകളാണ് ഇവ. അടുത്ത ചോദ്യം, സമൃദ്ധിതൻ കണ്ണീരെത്ര പൊളിച്ചാലും വരം അയ്യോ, ദരിദ്രൻ്റെ മരവിപ്പാണസഹനീയം. ഈ വരികളിലെ ജീവിത കാഴ്ചപ്പാട് കണ്ടെത്തി എഴുതുക. സമ്പൽ സമൃദ്ധിയിലും അല്പം കയ്പുള്ള പുളിയുള്ള അനുഭവങ്ങൾ അനുഗ്രഹമായി കാണുന്ന ഒരു കാഴ്ചപ്പാടാണിത്. അടുത്ത ചോദ്യം, അർത്ഥവ്യത്യാസം വരാതെ ഒറ്റവാക്യമാക്കുക. ആ രാത്രി മുഴുവൻ അയാൾ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസത്തെപ്പറ്റി ഗാഢമായി ചിന്തിച്ചു. എന്നാൽ ഏതു മൃഗത്തിനാണ് മേന്മ എന്ന് തീർപ്പ് കൽപ്പിക്കാനായില്ല. ആ രാത്രി മുഴുവൻ അയാൾ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസത്തെപ്പറ്റി ഗാഢമായി ചിന്തിച്ചു. എന്നാലും ഏതു മൃഗത്തിനാണ് മേന്മ എന്ന് തീർപ്പ് കൽപ്പിക്കാനായില്ല. ഇവിടെ വ്യത്യാസം വന്നിരിക്കുന്നത് ഗാഢമായി ചിന്തിച്ചു എന്നാലും, അത് മാറ്റി ഗാഢമായി ചിന്തിച്ചുവെന്നാലും ഒറ്റ വാക്കായി. അടുത്തത്, വെളിച്ചത്തിൻ്റെ വിരലുകൾ എന്ന ശീർഷകം പാഠഭാഗത്തിന് എത്രമാത്രം അനുയോജ്യമാണ്? അഭിപ്രായം എഴുതുക. നിങ്ങളുടെ സ്വന്തം അഭിപ്രായം എഴുതാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വെളിച്ചം എന്ന് വെച്ചാൽ ആമിനിയുടെ ജീവിതത്തിലെ സന്തോഷവും പ്രകാശവും. വിരൽ എന്ന് വെച്ചാൽ ഹസൻ്റെയും വൃദ്ധയുടെയും സംരക്ഷണം, മനുഷ്യൻ ദൈവമായി മാറുന്ന അനുഭവം. അടുത്ത ചോദ്യം, കാലം ഇനിയും ഉരുളും, വിഷു വരും, വർഷം വരും, തിരുവോണം വരും, പിന്നെ ഓരോ തളിരിനും പൂവരും കായ്വരും, അപ്പോ ലാരെന്നുമെന്നെന്നും ആർക്കറിയാം. ഈ വരികളിൽ ജീവിതത്തിൻ്റെ നിരന്തരമായ ഒഴുക്കിനെ കവി അവതരിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയെന്ന് കണ്ടെത്തി എഴുതുക.
അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഋതുചക്ര തിരിച്ചലിനനുസരിച്ചുള്ള കാലഭേദങ്ങൾ, അത് പ്രകൃതിയിലും മനുഷ്യരിലും ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ. ആഹ്ലാദം, സന്തോഷം, വിഷു, വർഷം, തിരുവോണം, തളിര്, പൂവ്, കായ്. അതിനിടയിൽ ജീവിതത്തിൻ്റെ ക്ഷണികതയും അനിശ്ചിതത്വവും, പ്രത്യാശയുടെ പുതുവർഷങ്ങൾ പുലരുന്നത്. ഇതൊക്കെ സൂചനകളാണ്. നിങ്ങൾക്കിതിൽ നിന്ന് മനസ്സിലാകും ഓരോ വർഷവും കടന്നു പോകുന്തോറും നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നു നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് പ്രായം കൂടും. ഓരോ ദിവസത്തെയും വിഷുവും ഓണവും എല്ലാം നിങ്ങൾക്ക് ഓരോ തരത്തിലുള്ള പ്രത്യേകതകളാണ് തരുന്നത് അല്ലേ. അതിനിടയിൽ ചില സന്തോഷകരമായ നിമിഷങ്ങൾ, ദുഃഖകരമായ നിമിഷങ്ങൾ എല്ലാം നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകും. അതിനെക്കുറിച്ചാണ് ഇവിടെ എഴുതേണ്ടത്. അടുത്ത ചോദ്യം, പട്ടിക തന്നിട്ടുണ്ട്. സംഭാഷണമുണ്ട്, കൃതിയുണ്ട്, കഥാപാത്രമുണ്ട്. നിങ്ങളിത് സംഭാഷണം നോക്കി ആരുടെ കൃതിയും കഥാപാത്രമാണെന്ന് കറക്റ്റായിട്ട് പട്ടിക ക്രമീകരിച്ച് എഴുതണം. ഉത്തരം അവസാനം കൊടുത്തിട്ടുണ്ട്. കൂട്ടുകാരെ, ബാക്കി ഭാഗത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ചോദ്യവും ഉത്തരമെല്ലാം നോക്കി മനസ്സിലാക്കി വിശദമായിട്ട് എഴുതാൻ ശ്രമിക്കുക. ചോദ്യത്തിൻ്റെ ഏറ്റവും അവസാനം ഉത്തരങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്.